ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 ഒരു ടോപ്പ് 5 ലൈനപ്പൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ടോപ്പ് 5 ഞാൻ ആദ്യം പിക്ക് ചെയ്യുന്നൊരു പേര് അനുമോളാണ്. അനുമോൾ വന്നിട്ടുള്ള അല്ലെങ്കിൽ അനുമോൾ കടന്നു പോയിട്ടുള്ള ഈ 55 ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ടൊന്ന് ഷെയർ ചെയ്യാം. എന്നെ സംബന്ധിച്ച് ദ ബെസ്റ്റ് പ്ലെയറായിട്ട് തോന്നിയിട്ടുള്ള ഒരാൾ അനുമോളാണ്. അനുമോളുടെ ഒരു ഗെയിം പ്ലാൻ എന്ന് വെച്ചാൽ വളരെ ഡിഫറൻ്റാണ്. കാര്യം ഞാൻ എൻ്റെ ജോലി ഇവിടെ ചെയ്യും. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ് കൊടുക്കുകയാണ്. ഞാനത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് കാര്യം എനിക്കതിനകത്ത് വന്നാലും ശരി, എനിക്ക് തരുന്ന പൈസയ്ക്കനുസരിച്ച് ഞാനിവിടെ പണിയെടുക്കും എന്നുള്ളൊരു മനോഭാവത്തിലാണ് അനു അവിടെ നിന്നിട്ട് ഈ പറയുന്ന ഗെയിം കളിക്കുന്നത്. അതുപോലെ തന്നെ അനു പറയുന്നൊരു കാര്യമുണ്ട്, ഇത് ജീവിതത്തിനകത്ത് ഒരു തവണ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, ഞാനിത് മിസ് ചെയ്യില്ല. ദ ബെസ്റ്റ് ക്വാളിറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതാണ്. എല്ലാ കണ്ടസ്റ്റൻസിനും ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നൊരു കാര്യം ഇതാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ലിസ്റ്റിനകത്തും കുറേ പേർക്ക് ഈ ഒരു സാധനം ഇല്ലാതെ പോയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ അനുമോളുടെ യാത്ര നോക്കുമ്പോൾ ജിസയിൽ അനുമോൾ ഫൈറ്റാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നതല്ലേ. ജിസയിൽ അനുമോൾ ഫൈറ്റിനകത്ത് മുഖ്യ ഘടകമായിട്ട് വന്നിട്ടുള്ളത് മേക്കപ്പും അതുപോലെ തന്നെ ജിസൈലിൻ്റെ അടുക്കളയിൽ കയറിയിട്ടുള്ള ആ ഒരു എന്താ പറയുക ഭരണവും, അല്ലെങ്കിൽ ഭരണം എന്ന് പറയാൻ പറ്റില്ല, കട്ടെടുക്കുന്ന ഒരു പ്രവണത, ഇതെല്ലാനും ചോദ്യം ചെയ്തതും ഇതെല്ലാം മറ്റുള്ളവരുടെ മുന്നിലോട്ട് ഇട്ടുകൊടുത്തതും ജനങ്ങളിലോട്ട് എത്തിച്ചതും ഇതിനൊരു കണ്ടൻ്റാക്കിയതും വീട്ടിലെ ആളി കത്തിച്ചതും എല്ലാം അനുമോളാണ്. പക്ഷേ ഇത് ജനങ്ങളിലോട്ട് നല്ല രീതിയിൽ തന്നെ എത്തിയെങ്കിൽ പോലും സൺഡേ സാറ്റർഡേ എപ്പിസോഡിൽ ഇത് വളരെ ലൈറ്റായിട്ടാണ് ലാലേട്ടനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അത് അനുവിൻ്റെ കോൺഫിഡൻസ് ഇല്ലാണ്ടായിക്കൊന്നും വെച്ചില്ല. കാരണം അനു അതിന് ശേഷവും ആ ഒരു പ്രക്രിയ തുടർന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആര്യൻ ജിസയിൽ ഒരു ഇഷ്യൂ ആണ് പിന്നെ ഉണ്ടായത്. അതിനകത്ത് അനുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ അനു ഇത് കണ്ടതിലല്ല കുഴപ്പം, ഇത് പറഞ്ഞതിലല്ല കുഴപ്പം. അനു അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അനുവിന് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സൺഡേ സാറ്റർഡേ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് വളരെ എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ടാണ്. ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ദേഷ്യപ്പെട്ടിട്ട് ലാലേട്ടൻ അങ്ങനെ ചോദിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടാണ് അത് നിൽക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ടില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് അനുവോട് നിന്നതും സംസാരിച്ചതും. അതിനുശേഷം അപ്പാനിയുമായിട്ടുള്ള സംസാരത്തിലാണെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല, ഞാൻ കണ്ടതാണ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അനു പറയുന്നുണ്ടായിരുന്നു. ഇത് അനുവിനെ പുറത്ത് നല്ല രീതിയിൽ തന്നെ അനുവിൻ്റെ ആ ഒരു എന്താ പറയുക വളരെ ഗ്രാഫ് ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഡെമോൺസ്ട്രേഷൻ ചെയ്തത് അത് അനുവിൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക. അതും എനിക്കും തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. 2, നമ്മൾ ഈ വീട്ടിൽ ലേഡീസ് കണ്ടസ്റ്റൻസ് എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അതായത് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് അവർക്ക് എതിരെ നിൽക്കാണ്ട് അവരിങ്ങനെ ചേർത്ത് നിർത്തുന്നൊരു പ്രവണത നമ്മൾ എല്ലാ സീസൺസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അനു ആ വീട്ടിലുള്ള എല്ലാ ബോയ് കണ്ടസ്റ്റൻസിനെയും അതുപോലെ തന്നെ ലേഡീസിനകത്ത് ഏറ്റവും സ്ട്രോങ് ആണെന്ന് തോന്നിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എതിരെ നിന്ന് കളിച്ചു എന്നുള്ളത് അനുവിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ്സാണ്. ഇനി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇമോഷൻസ് വന്ന് കയറി അന്ന് തുടങ്ങി കരഞ്ഞിട്ടുണ്ട് അനു. അതായത് പല സീനിലും കരഞ്ഞിട്ടുണ്ട്, കൈവിട്ട് കരഞ്ഞിട്ടുണ്ട്, കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കരഞ്ഞ്. പക്ഷേ അനുവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തു. അതായത് കരയുന്ന ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് അനു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനകത്ത് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കരയുക എന്നുള്ളത് വലിയൊരു തെറ്റൊന്നുമല്ല. പക്ഷേ അത് എല്ലാ സ്ഥലത്തും നമ്മൾ അത്രയും ഇമോഷണലി വീക്കാവാന്ന് വെച്ചാൽ നമ്മുടെ ഭാവി ജീവിതത്തിനെ നമുക്കത് എഫക്റ്റ് ചെയ്യും. ഇവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് സർവൈവ് ചെയ്താക്കുന്നതിനകത്ത് ആദ്യം നിൽക്കുന്ന ഒരാൾ അനുവാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സർവൈവൽ ഗെയിമാണെന്ന് ബിഗ് ബോസും ലാലേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. തൻ്റെ ഏറ്റവും മോശപ്പെട്ടൊരു കാര്യം, മോശപ്പെട്ടതെന്ന് വെച്ചാൽ തൻ്റെ ജീവിതത്തിനകത്ത് വരാൻ പോകുന്ന നാളുകളിലൊക്കെ അതൊരു എന്താ പറയുക ഒരു നെഗറ്റീവാണ് ആ ഒരു കരച്ചിൽ, ഈ അത്ര ഇമോഷണലായിട്ട് കരയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് അനുവിന് പറ്റിയിട്ടുണ്ട്. അത് വളരെ താഴേന്ന് തുടങ്ങി മുകളിലോട്ടാണ് അനുവിൻ്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് കുത്തനെ ഇടിഞ്ഞിട്ടില്ല. അനു സ്റ്റേണായിട്ട് മുൻപോട്ട് കയറുമ്പോൾ അനുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് അനു ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴത്തോട്ട് ഒരിക്കലും പോയിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ചിയറപ്പായിട്ട് ഗ്രാഫ് പിന്നെയും ഉയർത്താമെന്നല്ലാണ്ട് താഴ്ത്തിയിട്ടില്ല. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ടാസ്കുകൾ കൊടുക്കുമ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഈ കഴിഞ്ഞ ബോട്ടിൽ ടാസ്കും ഹോട്ടൽ ടാസ്കിലൊക്കെ വീട്ടുകാരൊന്നും അധികം പരാമർശിച്ചില്ല എങ്കിൽ പോലും ഹോട്ടൽ ടാസ്കിനകത്ത് പണിയെടുക്കുന്ന ഒരു അനുമോളെയാണ് ഞാൻ കണ്ടത്.
പണിയാണ് എടുത്തത്. അതുപോലെ തന്നെ ബി ബോട്ടിൽ ടാസ്കിനകത്തും തനിക്ക് കൊടുത്ത ജോലി വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് നിർവഹിച്ചു. അതിനകത്ത് വലിയൊരു ഗെയിം പ്ലാൻ അനു എടുത്തതെന്ന് വെച്ചാൽ ഇല്ല. വേണമെങ്കിൽ അനുവിന് കുറച്ച് പേരുടെ ബോട്ടിൽസ് അംഗീകരിച്ചിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക എതിരെ നിൽക്കണം എന്ന് തോന്നുന്ന ആൾക്കാരുടെ ബോട്ടിൽസ് അവോയ്ഡ് ചെയ്തൊക്കെ കളയായിരുന്നു. പക്ഷേ വളരെ പെർഫെക്റ്റായിട്ട് ഒരു ക്വാളിറ്റി ചക്ര എങ്ങനെ ആയിരിക്കണം ആ രീതിയിലാണ് നിന്നത്. അതുകൊണ്ട് തന്നെ ആ ഗെയിമിനകത്ത് അനു ഒരു ഫ്ലോപ്പായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരിക്കലും അനു ഫ്ലോപ്പായിരുന്നു പറയില്ല. അനുവിനെ ഇമ്പ്രസ് ചെയ്യിക്കാനും അനുവിൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക ബോട്ടിൽസ് കൂടുതൽ സെലക്ട് ചെയ്യിക്കാനും ഈ പറയുന്ന കമ്പനി ഓണേഴ്സിനൊക്കെ കഴിയുമായിരുന്നു. പക്ഷെ അത് അവരുടെ ഭാഗത്ത് നിന്നൊരു ഫോൾട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറയുന്ന സൺഡേ സാറ്റർഡേ എപ്പിസോഡ്സൊക്കെ എപ്പോഴും അനുവിനൊരു നെഗറ്റീവ് ഫീലാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ഈ കഴിഞ്ഞ 2 പ്രാവശ്യവും അനു ഒരു ക്വസ്റ്റ്യൻ ആൻസർ ലാലേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞു. പിന്നെ അനു പെട്ടെന്ന് തന്നെ ചടിക്കേറി പറയുന്ന അനുസരിച്ചിൽ നിങ്ങൾക്ക് ഇനി പറയാനുള്ള ഒരു അവകാശമില്ല എന്ന് പറഞ്ഞ് ലാലേട്ടൻ അവിടെ ഇരുത്തി കളഞ്ഞു. അതേസമയത്ത് മറ്റുള്ളവരെ കൊഞ്ചിയും അതുപോലെ തന്നെ പറയുന്ന ഉത്തരങ്ങളൊക്കെ വളരെ കൊഞ്ചിപ്പോടെ ലാളിച്ചും സ്നേഹിക്കുന്ന ഒരു ലാലേട്ടൻ നമ്മൾ കണ്ടു. അതിനുശേഷം കഴിഞ്ഞ വീക്കിനകത്ത് സൺഡേനകത്ത് ഈ പറയുന്ന പോലെ ആദിലയുടെയും നൂറയുടെയും ഭാഗത്തു നിന്ന് വലിയ തെറ്റ് അല്ല, ആദിലയുടെ അല്ല നൂറയുടെയും അനുവിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു തെറ്റാണ് അവർ പുറത്തോട്ട് ഓടിപ്പോയെന്നുള്ളത്. പക്ഷെ അവിടെയും ലാലേട്ടനും കുറച്ച് എന്താ പറയുക ഇൻമെച്യൂരിറ്റി കാണിച്ചായിട്ട് എനിക്ക് തോന്നി. ലാലേട്ടൻ അവർക്ക് വഴക്ക് പറഞ്ഞിട്ട് ആ ഷോ കണ്ടിന്യൂ ചെയ്യായിരുന്നു. ലാലേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇന്നും ഒരു പിടുത്തമില്ല. ഭയങ്കര ഒരു ഇൻമെച്യൂരിറ്റി ആ ഒരു നേരത്തെ ലാലേട്ടൻ കാണിച്ചതായിട്ട് ഫീൽ ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് വീട്ടിലുള്ള എല്ലാവരും അനുവിന് എഗെയിൻസ്റ്റ് ആയിരുന്നു. ആ എഗെയിൻസ്റ്റ് ആയിരുന്ന സ്ഥലത്ത് നിന്ന് പിടിച്ച് നിന്ന് കയറി വന്ന ഒരാളാണ് അനു. പിന്നെ അനുവിൻ്റെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എല്ലാ ഇമോഷൻസും അതുപോലെ തന്നെ കാണിക്കും. കരച്ചിലാണെങ്കിലും ദേഷ്യമാണെങ്കിലും വാശിയാണെങ്കിലും വെറുപ്പാണെങ്കിലും കാണിക്കും. പിന്നെ ഫുഡ് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക കിച്ചണിൽ തന്നെ അധികം നേരം സ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം അനു എപ്പോഴും കിച്ചണിൽ കയറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ വീടല്ല നമ്മളെല്ലാവർക്കും വെച്ച് കൂട്ടി കൊടുത്ത് ഇവിടെ നിന്ന് പോകാനായിട്ട്. ആ ചെയ്യുന്ന ജോലി അനു വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമയം കിച്ചണിലായി പോകുന്നത് ഇനി അങ്ങോട്ടേക്കുള്ള അനുവിൻ്റെ ഗെയിമിനെ കുറച്ച് എഫക്റ്റ് ചെയ്യും. കാരണം കിച്ചണിലെ കണ്ടൻ്റ് എല്ലാം കഴിഞ്ഞു. ഇനി അവിടെ ഒരു കണ്ടൻറ്റിനുള്ള സ്കോപ്പില്ല. അതനുു മനസ്സിലാക്കി മുന്നോട്ട് പോവാം. പിന്നെ ഇന്നലെ ഏറ്റവും വലിയൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ പുതിയൊരു സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടി ഹാപ്പി കപ്പിൾസിന് വേണ്ടിയിട്ട് ജീവൻ അല്ലേ അത് ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നതാണെന്നാണ് ഏഷ്യാനെറ്റ് അവകാശപ്പെട്ട് പറയുന്നത്. നമുക്കറിയാം അനുവും ജീവനും തമ്മിനകത്തൊരു പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം അനു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അനുവുമായിട്ട് റിലേറ്റഡ് ചെയ്ത് അനുവിൻ്റെ സോഷ്യൽ മീഡിയാസ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ആ പ്രശ്നത്തെ ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഏഷ്യാനെറ്റ് അവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അപ്പോഴും അനു ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ആ ഡൗൺ ആയിടത്തുനിന്ന് വളരെ പക്വതയോടെ ആ ഒരു കാര്യത്തെ കൈകാര്യം ചെയ്തു. അനു അവിടെ പറയുന്നുണ്ട് തൻ്റെ ജീവിതത്തിനകത്തെ കാണാൻ ആഗ്രഹമില്ലാത്ത ഒരാൾ അവനാണ്, അതുപോലെ തന്നെ എൻ്റെ ജീവിതം തകർത്ത ഒരാളാണെന്നൊക്കെ പറയുമ്പോഴും ആ ഒരു വ്യക്തി വന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ഫീലിൽ നിന്നും മറികടക്കാനായിട്ട് അനുവിന് പറ്റി. അതൊരു ഗുഡ് ക്വാളിറ്റിയാണ്. എനിക്കറിയില്ല ഏഷ്യാനെറ്റ് എന്തുകൊണ്ടിട്ടാണ് അനുവിനെതിരെ ഇത്രയും ഒരു കാര്യങ്ങൾ ഇറക്കുന്നത് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ ഇറക്കിയിട്ടും അനു അവിടെ ബെസ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ബെസ്റ്റ് കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ താഴ്ന്നു പോകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം അവൾക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ടോപ്പ് 5 ലിസ്റ്റിനകത്ത് ആദ്യം അനുവിൻ്റെ പേരെടുക്കാൻ കാരണം. പിന്നൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ് പ്ലാച്ചി. അവിടെ ആദിലെ നൂറൊക്കെ പാവനയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവർക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനത്തെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാച്ചി എന്ന് പറഞ്ഞ പാവന അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള കണ്ടസ്റ്റൻസ് അതായത് വീക്കായിട്ടുള്ള കണ്ടസ്റ്റിനേക്കാൾ കൂടുതൽ സ്ക്രീൻ സ്പേസ് ആ ഒരു പാവയ്ക്ക് ഉണ്ടാക്കാൻ പറ്റി. സൺഡേ സാറ്റർഡേ എപ്പിസോഡിൽ ലാലേട്ടൻ സംസാരിക്കുന്ന രീതിയിൽ പ്ലാച്ചീനെ മാറ്റി. എന്താ പറയുക അനുബല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രോള് തന്നെ ഏഷ്യാനെറ്റ് തന്നെ അനുവിന് വേണ്ടിയിട്ട് ഇറക്കി. സംസാര വിഷയമായിരുന്നു ജനങ്ങൾക്കിടയിൽ. വൈൻ സംസാര വിഷയത്തിലോട്ട് പ്ലാച്ചീനെ മാറ്റാനായിട്ട് അനുവിന് പറ്റി. വേറൊരു പാവേനെ തൻ്റെ കൂടെ നിർത്തിക്കൊണ്ട് അതിനെ സംസാര വിഷയത്തിലോട്ടും അതിനൊരു വഴക്കിലോട്ടും അതിനൊരു കണ്ടൻ്റ് ആക്കാനും അവൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബ്രില്യൻ ഗെയിം പ്ലാനാണ്. കാരണം ഇതിനു മുൻപ് പേളിയുടെ കയ്യിൽ നമ്മളൊരു പാവനെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ രജിസാറിൻ്റെ അടുത്ത് നമ്മൾ പാവനെ കണ്ടിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മണിക്കുട്ടൻ്റെയൊക്കെ സീസണിനകത്തും ഒരാളുടെ കയ്യിനകത്തൊരു പാവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ പറഞ്ഞിട്ടുള്ളത്, ഇതൊരു സർവൈവൽ ഗെയിമാണ് എന്നുണ്ടെങ്കിൽ
മികച്ച രീതിയിനകത്ത് സർവൈവ് ചെയ്ത് നിൽക്കുന്ന ഒരാൾ അനുവാണ്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്റ്റിൽ അവിടെ തളർന്നു പോവാതെ പെട്ടെന്ന് ഗ്രോപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടുള്ള കഴിവ് അനുവിനുണ്ട്. ഉറപ്പായിട്ടും ഒരു വലിയൊരു വിഭാഗം ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുവിനെ പുറത്ത്. ഇനിയും മുൻപോട്ടുള്ള യാത്ര നമുക്ക് നോക്കാമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് അനുവിനെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തലുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരാളെക്കുറിച്ച് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മീ.